Hi, welcome all to Winners and Tech Hub classes. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് നമുക്ക് പോകാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1 the value of enthalpy of steam at inlet and outlet of a steam turbine in a Rankine cycle are 2800 kilojoule per kilogram and 1800 kilojoule per kilogram respectively. Neglecting the pump work, the specific steam consumption in kilogram per kilowatt hour. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ ആണ്. SSCയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ. അപ്പോൾ നമുക്കറിയാം റാങ്കൈൻ സൈക്കിൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ആണ് റാങ്കൈൻ സൈക്കിൾ. ഏതാണ്? നമ്മുടെ സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ തന്നെയാണ് നമ്മുടെ റാങ്കൈൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബോയിലർ ഉണ്ട്, അതേപോലെ ടർബൈൻ, കണ്ടൻസർ, പമ്പ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസുകളും ആ ഓരോ കമ്പോണൻറ്റുകളിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്താണ് റാങ്കൈൻ സൈക്കിളിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനൊരു ഫോർമുല നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. SSC സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 3600 divided by net work done. ഇത്രയും കിലോഗ്രാം പെർ കിലോവാട്ട് അവർ. ഇതിന്റെ യൂണിറ്റ് പ്രത്യേകം പഠിക്കുക, കാരണം അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ എന്താണ്? നോട്ട് ചെയ്യുക, കിലോഗ്രാം പെർ കിലോവാട്ട് അവർ. അതായത് 1 കിലോവാട്ട് അവർ പവർ ഡെവലപ്പ് ചെയ്യാൻ എത്രമാത്രം സ്റ്റീം നമ്മൾ കൺസ്യൂം ചെയ്യണം. മാസ് ഓഫ് സ്റ്റീം കൺസ്യൂം ടു പ്രൊഡ്യൂസ് 1 കിലോവാട്ട് അവർ. അതാണ് കിലോഗ്രാം. ഒരു മണിക്കൂറിൽ എത്ര കിലോഗ്രാം സ്റ്റീം വെച്ചിട്ടാണ് നമുക്ക് ആ 1 കിലോവാട്ട് പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയാണ് നമ്മൾ സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് കിലോഗ്രാം പെർ കിലോവാട്ട് അവർ എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ SSC കണ്ടുപിടിക്കാനുള്ള ഫോർമുല 3600 ഡിവൈഡഡ് ബൈ നെറ്റ് വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൽ നമ്മൾ ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ടർബൈൻ തന്നെയാണ്. പമ്പ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട് അവിടെ. അതെന്താണ്? വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് ആണ്. കാരണം നമ്മളൊരു ലിറ്റിൽ എമൗണ്ട് ഓഫ് വർക്ക് പമ്പിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വെള്ളത്തിനെ, ലിക്വിഡിനെ പ്രഷറൈസ് ചെയ്ത് നമുക്ക് ബോയിലറിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ടർബൈൻ വർക്ക് മൈനസ് എന്തായിരിക്കും? പമ്പ് വർക്ക്. കാരണം ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ്, പമ്പ് വർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻപുട്ട് കൊടുക്കുന്നതാണ്. സോ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ടർബൈൻ വർക്ക് മൈനസ് എന്താണ്? പമ്പ് വർക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ ഈസ് ഈക്വൽ ടു 3600 ഡിവൈഡഡ് ബൈ ടർബൈൻ വർക്ക് മൈനസ് പമ്പ് വർക്ക്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് നെഗ്ലക്റ്റിംഗ് പമ്പ് വർക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. ഇപ്പൊ നെഗ്ലക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ നമുക്ക് പമ്പ് വർക്ക് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. അല്ല, ക്വസ്റ്റ്യനിൽ പമ്പ് വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇവിടെ ഇക്വേഷൻ എന്തായി? 3600 ഡിവൈഡഡ് ബൈ ടർബൈൻ വർക്ക് എന്ന്. സോ 3600 ഡിവൈഡഡ് ബൈ ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ 1 to 2 എന്ന് പറയുന്ന പ്രോസസ് ആണ് നമ്മൾ ടർബൈൻ 1 to 2 ആണ് അവിടെ നടക്കുന്ന നമ്മൾ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, റാങ്കൈൻ സൈക്കിളിൽ പഠിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ടർബൈൻ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? H1 മൈനസ് H2 അല്ലേ. കാരണം ടർബൈൻ്റെ ഇൻലെറ്റിലുള്ള സ്റ്റീമിന്റെ എന്താൽപ്പി 2800 കിലോജൂൾ പെർ കിലോഗ്രാം, ടർബൈൻ്റെ എക്സിറ്റിലുള്ള സ്റ്റീമിന്റെ എന്താൽപ്പി 1800 കിലോജൂൾ പെർ. അതായത് ടർബൈനിൽ കയറുന്ന സ്റ്റീം 2800 കിലോജൂൾ പെർ കിലോഗ്രാം എന്താൽപ്പിയുള്ള സ്റ്റീം ടർബൈനിൽ കയറുന്നു. ആ സ്റ്റീം എന്ത് ചെയ്യുന്നു? ടർബൈനിൽ നിന്നൊരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. റിമൈനിങ് 1800 കിലോജൂൾ പെർ കിലോഗ്രാം എന്താൽപ്പിയുള്ള സ്റ്റീം അവിടെ നിന്ന് എന്ത് ചെയ്തു? ടർബൈനിൽ ലീവ് ചെയ്തു. അപ്പം ടർബൈനിൽ കയറുമ്പോഴുള്ള സ്റ്റീമിന്റെ എന്താൽപ്പി H1 ആണ്. ആ H1 എന്താൽപ്പിയുള്ള സ്റ്റീം ടർബൈൻ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടുന്ന് ടർബൈൻ വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്ലെറ്റിൽ H2 എന്താൽപ്പിയുള്ള എന്ത് കിട്ടി? സ്റ്റീം കിട്ടി. സോ ടർബൈൻ വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? H1 മൈനസ് H2. മാസ് തന്നിട്ടുണ്ടെങ്കിൽ മാസ് ഫ്ലോ റേറ്റും കൂടെ മൾട്ടിപ്ലൈ. ഇവിടെ എല്ലാം പെർ കിലോഗ്രാം സ്പെസിഫിക് എന്താൽപ്പി ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ. So turbine work is given by the equation H1 minus H2, where H1 is the enthalpy of the steam at the inlet of the turbine. H2 എന്താണ്? Enthalpy of the steam at the exit of the turbine അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? SSC is equal to 3600 divided by turbine work, അതായത് H1 minus H2. So 3600 divided by H1 എത്രയാണ്? 2800 minus 1800. കറക്റ്റ് അല്ലേ? സോ 3600 divided by 1000, അതായത്
3.6 കിലോഗ്രാം പെർ കിലോവാട്ട് അവർ. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. കണ്ടോ, ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ SSCയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. 3600 ഡിവൈഡഡ് ബൈ നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ടർബൈൻ വർക്ക് മൈനസ് പമ്പ് വർക്കാണ്. ക്വസ്റ്റിന് പമ്പ് വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കും. ഈ ക്വസ്റ്റിൽ പമ്പ് വർക്ക് നെഗ്ലക്ട് ചെയ്തു, സോ നമുക്ക് ഈസി ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. പിന്നെ യൂണിറ്റ് ഓർത്തിരിക്കുക, SSCയുടെ യൂണിറ്റ് എപ്പോഴും കിലോഗ്രാം പെർ കിലോ വാട്ട് അവറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്തേക്കാം. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. യെസ്, ക്വസ്റ്റൻ നമ്പർ 2 എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം വിതൗട്ട് റൈസിംഗ് ഇറ്റ്സ് പ്രഷർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ബ്ലോ ഓഫ് കോക്ക്, ഫ്യൂസിബിൾ പ്ലഗ്, സൂപ്പർ ഹീറ്റർ, സ്റ്റോപ്പ് വാൾവ് ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ബോയിലർ. നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ബോയിലർ അല്ലേ. ബോയിലറിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമ്പിൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തും അല്ലെങ്കിൽ ബോയിലർ മൗണ്ടിങ്സിനെയും ബോയിലർ ആക്സസറികളെയൊക്കെ ബേസ് ചെയ്തുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ AE ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാമ്പിൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് ഡിവൈസ് ആണ് സാച്ചുറേറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷെ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ആ ഡിവൈസ് എന്താണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ ബോയിലർ മൗണ്ടിങ്ങുകളും ഒരുപാട് ബോയിലർ അക്സസറികളും പഠിക്കുന്നുണ്ട് അല്ലെ. ബോയിലർ അക്സസറികളിൽ നമ്മൾ പഠിക്കുന്നതാണ് സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ ഒക്കെ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോയിലർ അക്സസറി, എയർ പ്രീ ഹീറ്റർ ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന ബോയിലർ അക്സസറിയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ബോയിലറിൽ നിന്ന് വരുന്ന സാച്ചുറേറ്റഡ് സ്റ്റീമിനെ ടർബൈനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കയറ്റാതെ നമ്മൾ ബോയിലറിൽ നിന്ന് വരുന്ന സാച്ചുറേറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതിന് വേണ്ടി ബോയിലറിന് ശേഷം നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നു? ഒരു സൂപ്പർ ഹീറ്റർ പ്ലേസ് ചെയ്യുന്നില്ല. ഇത് ബോയിലറിൽ നിന്ന് വരുന്ന സ്റ്റീമിനെ നമ്മൾ നേരെ എങ്ങോട്ടാണ് വിടുന്നത്? ഒരു സൂപ്പർ ഹീറ്ററിലേക്കാണ് വിടുന്നത്. എന്താണ്? ബോയിലറിൽ നിന്ന് വരുന്ന സാച്ചുറേറ്റഡ് സ്റ്റീം. ബോയിലറിൽ നിന്ന് എന്ത് സ്റ്റീമാണ് വരുന്നത്? ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. ആ സാച്ചുറേറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കൂട്ടുക. അതിനുവേണ്ടി നമ്മൾ ഇതിനെ എന്തിലോട്ട് കിടത്തുന്നു? സൂപ്പർ ഹീറ്ററിലേക്ക് കിടന്നു. അപ്പോൾ സൂപ്പർ ഹീറ്ററിൽ ചെയ്യുമ്പോൾ ഈ സാച്ചുറേറ്റഡ് സ്റ്റീമിന്റെ എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. പക്ഷെ ആ ടെമ്പറേച്ചർ കൂടുന്നെങ്കിലും അവിടെ ഏത് പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിരിക്കും? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സൂപ്പർ ഹീറ്ററിൽ വെച്ച് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ് സംഭവിക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ആ സ്റ്റീമിലേക്ക് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഏത് കമ്പോണന്റ് വെച്ചിട്ടാണ്? സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന കമ്പോണന്റ് വെച്ചാണ്. അപ്പോൾ സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത് ഒരു ബോയിലർ അക്സസറി ആണ്. ബോയിലറിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ബോയിലർ സൂപ്പർ ഹീറ്റർ. അപ്പോൾ ആ സൂപ്പർ ഹീറ്ററിൽ സംഭവിക്കുന്നത് ബോയിലറിൽ നിന്ന് വരുന്ന സാച്ചുറേറ്റഡ് സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു വിതൗട്ട് റൈസിംഗ് ഇറ്റ്സ് പ്രഷർ. പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ടെമ്പറേച്ചർ കൊടുക്കും. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ് നമ്മളവിടെ ബോയിലർ സൂപ്പർ ഹീറ്ററിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കി പറയുന്ന ബ്ലോ ഓഫ് കോക്ക് വാൾവ് ആയിക്കോട്ടെ, ഫ്യൂസിബിൾ പ്ലഗ് ആയിക്കോട്ടെ, സ്റ്റോപ്പ് വാൾവ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ബോയിലർ മൗണ്ടിങ്ങുകളാണ്. ഓരോ ബോയിലർ മൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മുടെ ക്ലാസ് സെഷൻസിൽ നമ്മുടെ ബോയിലർ മൗണ്ടിങ്ങുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. അതേപോലെ ബോയിലർ അക്സസറി സൂപ്പർ ഹീറ്റർ അല്ലാതെ എക്കണോമൈസർ ഉണ്ട്, എയർ പ്രീ ഹീറ്റർ ഉണ്ട്, ഫീഡ് വാട്ടർ പമ്പ് ഉണ്ട്. അപ്പോൾ ഓരോ ബോയിലർ അക്സസറിയുടെയും ഫംഗ്ഷൻ എന്താണ്, അതുവഴി നമുക്ക് എങ്ങനെയാണ് ആ ബോയിലറിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ഫോർ ദ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി തന്നെയാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 2-stage റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. അപ്പോൾ കംപ്രസറിൽ നിന്നുള്ള ചോദ്യമാണ്. ഇൻ എ 2-stage റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ ദ സക്ഷൻ ആൻഡ് ഡെലിവറി പ്രഷർ ആർ 1 bar and 4 bar respectively. For the maximum efficiency the intercooler pressure is. അപ്പോൾ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് അല്ലേ. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. സിംഗിൾ സ്റ്റേജ് കംപ്രഷനും മൾട്ടി സ്റ്റേജ് കംപ്രഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേജുകളിൽ വെച്ച് നമ്മൾ കംപ്രസ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ സ്റ്റേജസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഇന്റർകൂളർ യൂസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതെന്താണ്? ഒരു 2-stage റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അപ്പോൾ അവിടെ 2 സ്റ്റേജുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സേ നമുക്കൊരു ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിനകത്തൊരു കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആണെന്ന് ഇരിക്കട്ടെ. യെസ്, ഓക്കെ, ഒരു ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ സ്റ്റേജ് 1, അപ്പോൾ ഇവിടെ പ്രഷർ P1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്.
അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 എന്ന് പറയുന്ന ഈ ഒരു പ്രഷർ ലൈൻ, ഇത് 1 എന്ന് പറയുന്ന ഒരു പ്രഷർ ലൈൻ, ഇത് 2 എന്ന് പറയുന്ന പ്രഷർ ലൈൻ, ഇതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് പ്രഷർ ലൈൻ എന്ന് ഇരിക്കട്ടെ. ഇന്റർമീഡിയറ്റ്. ഓക്കെ, അപ്പം 1 എന്ന് പറയുന്ന പ്രഷർ ലൈനിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? 2 എന്ന് പറയുന്ന പ്രഷർ ലൈനിൽ എത്തിക്കണം. അത് 2 സ്റ്റേജുകളിലാണ്. ആ 2 സ്റ്റേജിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഞാൻ ഇന്റർകൂളർ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് ആദ്യം കംപ്രസ് ചെയ്ത് എവിടെ എത്തിച്ചു? ഇന്റർമീഡിയറ്റ് പ്രഷർ സ്റ്റേജിൽ എത്തിച്ചു. ഓക്കെ, അതിനുശേഷം ഇന്റർകൂളറിലൂടെ പാസ് ചെയ്തു. ഇന്റർകൂളറിൽ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്റർകൂളറിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് കോൺസ്റ്റന്റ് പ്രഷറിൽ വെച്ച് ആ എയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയും, പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റേജ് വീണ്ടും കംപ്രസ് ചെയ്തു. അപ്പോൾ വീണ്ടും കംപ്രസ് ചെയ്ത് നമ്മൾ ഏത് പ്രഷറിലെത്തി? 2 എന്ന് പറയുന്ന പ്രഷർ. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റേജ് 1ൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ഇതാണ് നമ്മുടെ എന്ത്? സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ പ്രഷർ P1ൽ നിന്ന് നമ്മൾ ഇന്റർമീഡിയറ്റ് പ്രഷറിലെത്തി. സെക്കൻഡ് സ്റ്റേജിൽ ഇന്റർമീഡിയറ്റ് പ്രഷറിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെലിവറി പ്രഷറിലെത്തി, P2ലെത്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താ? ഇന്റർകൂൾ ചെയ്യുന്ന സമയത്ത് എന്താ? ടെമ്പറേച്ചർ കുറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അടുത്ത സ്റ്റേജിൽ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ നമുക്ക് വർക്ക് ഇൻപുട്ട് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ ക്ലാസ് സെഷൻസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്റ്റേജ് കംപ്രഷനാണ്. ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ഈ 2 സ്റ്റേജുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇന്റർകൂളർ യൂസ് ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഇന്റർകൂളറിന്റെ പ്രഷർ എത്രയാണ് എന്നുള്ളതാണ്. നമ്മുടെ സക്ഷൻ പ്രഷർ കയറുമ്പോഴുള്ള പ്രഷർ P1 ആണ്, നമ്മുടെ ഡെലിവറി പ്രഷർ P2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്റ്റേജുകൾക്കിടയിൽ ഞാനൊരു ഇന്റർകൂളർ യൂസ് ചെയ്താൽ ആ ഇന്റർകൂളറിന്റെ പ്രഷർ എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അവിടെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുന്നുണ്ട്. ഇന്റർകൂളർ പ്രഷർ ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് P1 into P2. അതായത് ഒരു 2 സ്റ്റേജ് കംപ്രഷനിൽ നമ്മുടെ സക്ഷൻ പ്രഷർ ആണ് P1, ഡിസ്ചാർജ് പ്രഷർ അല്ലെങ്കിൽ ഡെലിവറി പ്രഷർ ആണ് P2 എങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ ഈ സക്ഷൻ പ്രഷറിന്റെയും ഈ ഡെലിവറി പ്രഷറിന്റെയും ജോമെട്രിക് മീൻ എടുത്താൽ മതി. അതാണ് സ്ക്വയർ റൂട്ട് ഓഫ് P1 into P2. ഇന്റർകൂളർ പ്രഷർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രഷർ is given by the equation root P1 into P2 where P1 is the suction pressure and P2 is the discharge pressure. ക്ലിയർ ആണോ? ഇതൊരു 2 സ്റ്റേജ് കംപ്രഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സക്ഷൻ പ്രഷർ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്റർമീഡിയറ്റ് പ്രഷർ ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് സക്ഷൻ പ്രഷർ P1 എത്രയാണ്? 1 ഇൻറ്റു ഡെലിവറി പ്രഷർ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രഷർ എത്രയാണ്? 4 ആണ്. സോ എന്ത് വരും? ഇന്റർമീഡിയറ്റ് പ്രഷർ √4, അതായത് 2 ബാർ ആണ് നമ്മുടെ ഈ ഇന്റർകൂളറിന്റെ പ്രഷർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രഷർ. ഇന്റർമീഡിയറ്റ് പ്രഷർ ആണ് നമ്മുടെ ഇന്റർകൂളർ ആണ്. ഇതാണ് നമ്മുടെ ഇന്റർകൂളറിന്റെ ലൈൻ അല്ലേ. കാരണം ടെമ്പറേച്ചർ എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് നമ്മുടെ ഹീറ്റ് റിജക്ട് ചെയ്യാണ്, അതായത് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്റർകൂളർ പ്രഷർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രഷർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയറൻസ് വോളിയം ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഈസ് 120 ml and the volume of cylinder at the bottom dead center is 960 ml. What is the clearance ratio of the compressor? അപ്പോൾ കംപ്രസറിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയറൻസ് റേഷ്യോ എന്നൊരു കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലിയറൻസ് റേഷ്യോ എന്താണ് എന്ന് നമ്മൾ ക്ലാസ് സെഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ക്ലിയറൻസ് റേഷ്യോ ക്യാപിറ്റൽ C. എന്താണ് ക്ലിയറൻസ് റേഷ്യോ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം ടു സെപ്റ്റ് വോളിയം അല്ലെ. ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയവും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് ക്ലിയറൻസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് സെപ്റ്റ് വോളിയം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു കംപ്രസർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ നോർമലി എഞ്ചിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ഒരു റേഷ്യോ പഠിക്കുന്നതാണ് അല്ലേ. നമ്മുടെ 2 ഡെഡ് സെന്റർ, ഇത് നമ്മുടെ ടോപ്പ് ഡെഡ് സെന്ററും ഇത് നമ്മുടെ ബോട്ടം ഡെഡ് സെന്ററും ആണെന്ന് ഇരിക്കട്ടെ അല്ലേ. നമ്മുടെ ഈ സിലിണ്ടർ ഹെഡും ടോപ്പ് ഡെഡ് സെന്ററിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു വോളിയം, ഈ ഒരു റീജിയൻ, ഈ ഒരു വോളിയത്തിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. ക്ലിയറൻസ് വോളിയം അല്ലെ. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടർ ഹെഡിനും ടോപ്പ് ഡെഡ് സെന്ററിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വോളിയം അല്ലെ. അതിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. എന്താണ് സെപ്റ്റ് വോളിയം? സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 ഡെഡ് സെന്ററുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. നമ്മുടെ ഈ 2 ഡെഡ് സെന്ററുകൾ, ഈ ടോപ്പ് ഡെഡ് സെന്ററിനും ബോട്ടം ഡെഡ് സെന്ററിനും ഇടയിലുള്ള ഈ വോളിയത്തിനെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇങ്ങനെ 2 വോളിയങ്ങളാണുള്ളത്, ക്ലിയറൻസ് വോളിയം, സെപ്റ്റ് വോളിയം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം കിട്ടുന്നത് അല്ലെ. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് സിലിണ്ടർ ഹെഡിനും ടോപ്പ് ഡെഡ് സെന്ററിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വോളിയമാണ്. 2 ഡെഡ് സെന്ററുകൾ TDCക്കും BDCക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒക്കുപ്പ് ചെയ്യുന്ന വോളിയത്തിനെ നമ്മൾ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നു. ഈ 2 വോളിയവും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം കിട്ടുന്നത്. നമ്മുടെ IC എഞ്ചിനിലും ഒക്കെ ഈ സെയിം കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വോളിയം എന്താണ്? ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്, അതായത് ഈ ഒരു വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയറൻസ് വോളിയം തന്നിരിക്കുന്നത് 120 ml ആണ്.
അടുത്തത് ദ വോളിയം ഓഫ് സിലിണ്ടർ അറ്റ് ദ ബോട്ടം ഡെഡ് സെന്റർ ഈസ് 960 ml. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന 960 ml എന്ന് പറയുന്ന വോളിയം ഏത് വോളിയമാണ് പറയാമോ? ദ വോളിയം ഓഫ് സിലിണ്ടർ അറ്റ് ദ ബോട്ടം ഡെഡ് സെന്റർ. ബോട്ടം ഡെഡ് സെന്ററിലുള്ള സിലിണ്ടറിന്റെ വോളിയം, വിച്ച് മീൻസ് ദാറ്റ് സിലിണ്ടർ ഹെഡിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്റർ വരെയുള്ള വോളിയം അല്ലേ അത്? ബോട്ടം ഡെഡ് സെന്ററിന് വോളിയം ഓഫ് സിലിണ്ടർ അറ്റ് ദ ബോട്ടം ഡെഡ് സെന്റർ, ബോട്ടം ഡെഡ് സെന്ററിൽ വരെയുള്ളതെന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം അല്ലേ അത്, അല്ലേ? അപ്പോൾ ഈ 960 ml എന്ന് പറയുന്നത് ടോട്ടൽ വോളിയമാണ്. അതായത് ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയവും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 960 ml കിട്ടുന്നത്. വോളിയം ഓഫ് സിലിണ്ടർ അറ്റ് ദ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുമ്പോൾ അത് ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയവും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സിലിണ്ടർ വോളിയമാണ്. അല്ലാതെ സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡെഡ് സെന്ററുകൾക്കിടയിലുള്ള വോളിയമാണ്. വോളിയം ഇൻക്ലൂഡഡ് ഇൻ ബിറ്റ്വീൻ ടു ഡെഡ് സെന്റേഴ്സ്, അതാണ് ക്ലിയർ സെപ്റ്റ് വോളിയം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സിലിണ്ടർ വോളിയം ഓഫ് സിലിണ്ടർ അറ്റ് ദ ബോട്ടം ഡെഡ് സെന്റർ, അതായത് സിലിണ്ടർ ഹെഡ് മുതൽ ബോട്ടം ഡെഡ് സെന്റർ വരെയുള്ള വോളിയം, അതായത് നമ്മുടെ സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വരുന്ന നമ്മുടെ സെപ്റ്റ് വോളിയം എത്രയാണ് വരുന്നത്? സെപ്റ്റ് വോളിയം ഈസ് ഈക്വൽ ടു 960 മൈനസ് ക്ലിയറൻസ് വോളിയം അല്ലേ? 960 മൈനസ് 120 എത്ര കിട്ടും? 840 ml ആണ് നമുക്ക് സെപ്റ്റ് വോളിയം കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. എന്താ? ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 120 ആണ്, സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് 840 ആണ് അല്ലേ? അതായത് 12/84, അതായത് 1/7. Okay, so the right answer is option C, 1/7. Okay, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കംപ്രസറിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് വോളിയങ്ങളും അതിന്റെ ബേസിലുള്ള റേഷ്യോ, ക്ലിയറൻസ് റേഷ്യോ. ഈ ക്ലിയറൻസ് റേഷ്യോയുടെ കൺസെപ്റ്റിലാണ് നമ്മൾ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ കംപ്രസറിൽ പഠിക്കുന്നുണ്ട്. വോളിയോമെട്രിക് എഫിഷ്യൻസിയെ ബേസ് ചെയ്ത റിലേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയറൻസ് റേഷ്യോയുടെ ടേമിൽ തന്നെ നമ്മൾ വോളിയോമെട്രിക് എഫിഷ്യൻസിക്ക് ഒരു എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട്. ആ എക്സ്പ്രഷൻ ഒന്നുകിൽ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ, അല്ലെങ്കിൽ ആ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് A ലെവൽ എക്സാമിന് വരാവുന്നതാണ്. സോ അതൊക്കെ നമ്മൾ നോക്കണം. വോളിയോമെട്രിക് എഫിഷ്യൻസി, അവിടെ ക്ലിയറൻസ് റേഷ്യോയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കംപ്രസറിൽ നിന്നുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കൊക്കെ നമുക്ക് നോക്കണം. സോ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 5th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നോക്കാം. എന്താ 5th ക്വസ്റ്റ്യൻ? ഓക്കെ, ബ്രൈറ്റൺ സൈക്കിൾ. ബ്രൈറ്റൺ സൈക്കിളിന്റെ പ്രത്യേകത എന്താണ് ബ്രൈറ്റൺ സൈക്കിൾ? നമ്മുടെ ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ആണ് അല്ലേ? നമ്മുടെ സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ നമ്മുടെ റാങ്കൈൻ സൈക്കിൾ എന്നാണ് പറയുന്നതെങ്കിൽ, ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ. ഈ രണ്ട് സൈക്കിൾ അല്ലെ? ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് ജൂൾ സൈക്കിൾ. അപ്പോൾ ആ തെർമോഡൈനാമിക് സൈക്കിളിനകത്തുള്ള ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിയറട്ടിക്കലായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എ ഗ്യാസ് ടർബൈൻ വർക്കിംഗ് ഓൺ ബ്രൈറ്റൺ സൈക്കിൾ പ്രൊഡ്യൂസസ് 4000 kilowatt of net power. If its work ratio is 40%, what is the power consumed by the compressor? അപ്പോൾ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്യാസ് ടർബൈൻ ബ്രൈറ്റൺ സൈക്കിൾ വർക്ക് ചെയ്യുകയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെറ്റ് പവർ എന്ന് പറയുന്നത് 4000 kilowatt ആണ്. നമുക്കറിയാം ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്ന നമ്മുടെ കമ്പോണന്റ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും അവിടെ വരുന്ന കമ്പോണൻസുകൾ ഒരു ടർബൈൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു കംപ്രസർ ഉണ്ട് അല്ലേ? കംപ്രസർ, പിന്നെ നമുക്കൊരു ഹീറ്റിംഗ് ചേമ്പറും കൂളിംഗ് ചേമ്പറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നെറ്റ് വർക്ക് അല്ലെങ്കിൽ നെറ്റ് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടർബൈനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ കംപ്രസറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഇൻപുട്ട് കൊടുക്കണം അല്ലേ? എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻപുട്ട് വർക്ക് കംപ്രസറിൽ കൊടുക്കണം. നമുക്ക് ടർബൈനിൽ നിന്ന് ഔട്ട്പുട്ട് വർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നെറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ആർക്കും ഡൗട്ട് ഇല്ല അല്ലേ? നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് തന്നെയാണ്. കാരണം ടർബൈൻ എന്ന് പറയുന്നത് ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഡിവൈസ് ആണ്, കംപ്രസർ എന്ന് പറയുന്ന ഒരു വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് ആണ്. സോ ദ നെറ്റ് വർക്ക് ഷുഡ് ബി ഈക്വൽ ടു ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക്. ആ നെറ്റ് വർക്കാണ് നമുക്ക് 4000 kilowatt എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ ആണ്. ഇനി ഇഫ് ഇറ്റ്സ് വർക്ക് റേഷ്യോ ഈസ് 40%, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിക്കേണ്ട രണ്ട് ടേമുകളാണ്. ഒന്ന് വർക്ക് റേഷ്യോയും, ഫസ്റ്റ് വൺ ഈസ് വർക്ക് റേഷ്യോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബാക്ക് വർക്ക് റേഷ്യോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് വർക്ക് റേഷ്യോയും ബാക്ക് വർക്ക് റേഷ്യോ. എന്താ വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നെറ്റ് വർക്ക് ഡൺ ടു ടർബൈൻ വർക്ക്. നെറ്റ് വർക്ക് ഡൺ ടു ടർബൈൻ വർക്ക്, അതിനെ തന്നെയാണ് നമ്മൾ വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ബാക്ക് വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ
compressor work divided by turbine work. So, ഈ രണ്ട് റിലേഷൻസ് ഓർത്തിരിക്കുക. വർക്ക് റേഷ്യോ is defined as the ratio of net work done to turbine work and back work ratio is defined as the ratio of compressor work to turbine work. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു റിലേഷൻ മേക്ക് ചെയ്യാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നെറ്റ് വർക്ക് ബൈ ടർബൈൻ വർക്ക് അല്ലേ വർക്ക് റേഷ്യോ. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? ടർബൈൻ വർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് കംപ്രസർ വർക്ക് ബൈ ടർബൈൻ വർക്ക്. ഇതിനെയല്ലേ നമ്മൾ വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേ, ബാക്ക് വർക്ക് റേഷ്യോ എന്താണ്? കംപ്രസർ വർക്ക് ബൈ ടർബൈൻ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് 1 മൈനസ് ബാക്ക് വർക്ക് റേഷ്യോ എന്ന് പറയാമല്ലോ. കാരണം വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കംപ്രസർ വർക്ക് ബൈ ടർബൈൻ വർക്കാണ്. കംപ്രസർ വർക്ക് ബൈ ടർബൈൻ വർക്കിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാക്ക് വർക്ക് റേഷ്യോ. അതായത് വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബാക്ക് വർക്ക് റേഷ്യോ ആണ്. വിച്ച് മീൻസ് ദാറ്റ് വർക്ക് റേഷ്യോ പ്ലസ് ബാക്ക് വർക്ക് റേഷ്യോ ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ടു 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, നോട്ട് ചെയ്തേക്കാം. ടർബൈൻ്റെ കേസിൽ, ഗ്യാസ് ടർബൈൻ്റെ കേസിൽ അതിൻ്റെ വർക്ക് റേഷ്യോയും ബാക്ക് വർക്ക് റേഷ്യോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് 1 ആയിരിക്കും. ഈ ഒരു റിലേഷൻ പഠിച്ചു വെച്ചാൽ മേ ബി ക്വസ്റ്റ്യൻ വർക്ക് റേഷ്യോ 0.3, ബാക്ക് വർക്ക് റേഷ്യോ എത്രയാണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം 0.7 ആണ്. വർക്ക് റേഷ്യോ 0.8, ബാക്ക് വർക്ക് റേഷ്യോ എത്രയാണ്? ഡയറക്റ്റ് ആയിട്ട് പറയാം ബാക്ക് വർക്ക് റേഷ്യോ 0.2 ആണ്. കാരണം വർക്ക് റേഷ്യോയും ബാക്ക് വർക്ക് റേഷ്യോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 1 കിട്ടണം. അപ്പോൾ ആ ഒരു റിലേഷൻ ഓർത്തിരുന്നാൽ ക്വസ്റ്റ്യനിൽ വർക്ക് റേഷ്യോ തന്നാൽ ബാക്ക് വർക്ക് റേഷ്യോ കണ്ടുപിടിക്കാം, ക്വസ്റ്റ്യനിൽ ബാക്ക് വർക്ക് റേഷ്യോ തന്നാൽ വർക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. ഈ ഒരു റിലേഷൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ വർക്ക് റേഷ്യോയുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? ബാക്ക് വർക്ക് റേഷ്യോയുടെ ബേസിക് ഇക്വേഷൻ ആണ് എന്താണ്? ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെറ്റ് വർക്ക് 4000 കിലോ വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി വർക്ക് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 40%, അതായത് 0.4 ആണ്. ഓക്കെ, അതെന്താണെന്ന് നമുക്കറിയാം. നെറ്റ് വർക്കും ടർബൈൻ വർക്കും തമ്മിലുള്ള റേഷ്യോ ആണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? നെറ്റ് വർക്ക് തന്നിട്ടുണ്ട്. സോ 0.4 ഇസ് ഈക്വൽ ടു നെറ്റ് വർക്ക് 4000 എന്നുണ്ട് ബൈ ടർബൈൻ വർക്ക്. സോ ടർബൈൻ വർക്ക് നമുക്ക് എത്ര കിട്ടും? 4000 ഡിവൈഡഡ് ബൈ 0.4 നമുക്ക് എത്ര കിട്ടും? 10,000 കിലോ വാട്ട്. അപ്പോൾ നമുക്ക് ടർബൈൻ വർക്ക് 10,000 കിലോ വാട്ട് എന്ന് കിട്ടും. നമ്മളുടെ ചോദ്യം ടർബൈൻ വർക്ക് അല്ല, വാട്ട് ഈസ് ദ പവർ കൺസ്യൂംഡ് ബൈ ദ കംപ്രസർ. കംപ്രസർ വർക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കംപ്രസർ വർക്ക് കണ്ടുപിടിക്കാം? കാരണം നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. നെറ്റ് വർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4000 ഇസ് ഈക്വൽ ടു ടർബൈൻ വർക്ക് നമുക്ക് കിട്ടി എത്രയാണ്? 10,000 മൈനസ് കംപ്രസർ. സോ കംപ്രസർ വർക്ക് ഇസ് ഈക്വൽ ടു 10,000 മൈനസ് 4,000. ആൻസർ നമുക്ക് എത്ര കിട്ടും? 6,000 കിലോ വാട്ട്. സോ ഓപ്ഷൻ സി തന്നെയാണ് റൈറ്റ് ആൻസർ. കണ്ടോ, വളരെ ഈസി അല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റിലേഷൻസുകളുണ്ട്. ആ റിലേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വർക്ക് റേഷ്യോ എന്താണ്, ബാക്ക് വർക്ക് റേഷ്യോ എന്താണ്, അതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്ന 1 ആണെന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ദെൻ ബേസിക് ഇക്വേഷൻസുകൾ വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഇതേ ചോദ്യം നിങ്ങളെടുത്ത് വേണമെങ്കിൽ ടർബൈൻ വർക്ക് എത്രയാണെന്ന് ചോദിക്കാം. ഇവിടെ വെച്ച് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. 10,000 ആണ്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് വേണമെങ്കിൽ കംപ്രസർ വർക്ക് ചോദിക്കാം. ഇതേ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ബാക്ക് വർക്ക് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കാം. ബാക്ക് വർക്ക് റേഷ്യോ എത്രയാണ് ചോദിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. കാരണം വർക്ക് റേഷ്യോ 40% ആണെങ്കിൽ ഉറപ്പായിട്ടും ബാക്ക് വർക്ക് റേഷ്യോ എത്ര വരും? 60%. കാരണം വർക്ക് റേഷ്യോ 40% എന്ന് പറയുമ്പോൾ 0.4. അപ്പോൾ വർക്ക് റേഷ്യോ പ്ലസ് ബാക്ക് വർക്ക് റേഷ്യോ 1 ആണെങ്കിൽ ഉറപ്പായിട്ടും ബാക്ക് വർക്ക് റേഷ്യോ എത്രയായിരിക്കും? 0.6 ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള ഏത് കൺസെപ്റ്റ് വേണമെങ്കിലും ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ വർക്ക് റേഷ്യോ ബാക്ക് വർക്ക് റേഷ്യോ കൺസെപ്റ്റ്. അത് ബ്രൈറ്റൺ സൈക്കിളിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റീം ടർബൈനിലെ റാങ്കൈൻ സൈക്കിളിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ 2 തെർമോഡൈനാമിക് സൈക്കിളിലും നമ്മൾ ഈ 2 റേഷ്യോകളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസുകൾ ഒക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5ഓളം ചോദ്യങ്ങൾ നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സെഷനിൽ പുതിയൊരു സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു ഓൾ.